ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് നല്ല പുതിയ വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇനി വരുന്ന എപ്പിസോഡുകളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു കാര്യമാണ് തൻ്റെ അച്ഛൻ്റെ ആ ഒരു നഷ്ടപ്പെടലെന്ന് പറയുന്നത്. ഭൂമിക്ക് അതെങ്ങനെ മുന്നോട്ട് തരണം ചെയ്ത് നോക്കിയിട്ടും അത് പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. ആകെ ഒരു വല്ലാത്തൊരു വീർപ്പ് മുട്ടലായിരുന്നു ഭൂമിക്ക്. ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും തൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ. ഒരു വശത്ത് തൻ്റെ അമ്മ, ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ അമ്മ ഇരുമ്പഴിക്കുള്ളിലാണ്. അങ്ങനെ ഭൂമി തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്തായ ആ ഒരു അംബാസിഡർ കാറിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ആ കാറ് എത്ര പണി വന്നിരുന്നാലും ഭൂമി എത്ര കുറ്റപ്പെടുത്തിയിരുന്നാലും ഒരു ചെറിയ പുഞ്ചിരിയോടെയാണ് നമ്മുടെ അച്യുതൻ ആ കാറ് പോകുമ്പോൾ ആ ബുദ്ധിമുട്ട് വന്നിരുന്നാലും അതൊരു ചെറിയൊരു ചിരിയോടുകൂടിയാണ് ഭൂമിയോട് നേരിടുന്നത്. കാരണം തൻ്റെ ജീവനാണ് ഈ കാറ്. എപ്പോഴും പറയും, എത്ര വന്നാലും ഞാൻ ഈ കാറ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാർ ഒരിക്കലും നിലയ്ക്കില്ല മോളെ, കാരണം ഞാനും നിലയ്ക്കില്ല, ഈ കാറും നിലയ്ക്കില്ല. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള ഓരോ സംസാരങ്ങൾ അച്യുതൻ പറയുന്നത് ഭൂമി ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ ഭൂമിക്ക്. കാരണം തൻ്റെ അച്ഛൻ്റെ വിയോഗം അത്രയേറെ ഭൂമിയെ തളർത്തിക്കളഞ്ഞു. കാരണം തൻ്റെ അച്ഛന് ഒരു മാരകമായ രോഗമുണ്ടായിരുന്നു. അത് തൻ്റെ അച്ഛനെയോ അമ്മയോ പോലും അറിയിക്കാണ്ട് തന്നെയാണ് ഭൂമി അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. തൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് വലിയൊരു ഫണ്ട് ഒരു ചാരിറ്റി വഴി ഭൂമി അതൊക്കെ റെഡിയാക്കി ഇരിക്കുന്ന സമയത്താണ് ആ നിമിഷം ഭൂമി ആലോചിക്കുകയാണ്, തൻ്റെ അച്ഛൻ്റെ കൂടെ ഇത്രയും വിരോധം വരാനായിട്ട് ആരാണത്? ഇന്ന് വരെ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ യാതൊരു വഴക്കോ അല്ലെങ്കിൽ ഒരു പിണക്കമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും ഭൂമി ആ നിമിഷം ആലോചിക്കണം കേട്ടോ. അപ്പോൾ ആരൊക്കെയോ തൻ്റെ അച്ഛനെതിരെ, അതായത് അച്ഛൻ്റെ പുറകിലുണ്ടായിരുന്നു, എന്തൊക്കെയോ താൻ അറിയാത്ത ചില രഹസ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ഭൂമി ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും ഭൂമിക്ക് ഒരു കാര്യം ഭൂമി തീരുമാനിക്കുകയാണ് കേട്ടോ, തൻ്റെ അച്ഛനെ കൊന്നവൻ ആരാണെങ്കിലും അവനെ ഞാൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും, അവന് ശിക്ഷ മേടിച്ച് കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് ഭൂമി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. എൻ്റെ ഭൂമി കരഞ്ഞുകൊണ്ട് വീട്ടിനകത്തോട്ട് വരെയാണ്. അകത്തോട്ട് വരുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ആ തുളസിമാലയിട്ട് അണിയിച്ച ആ ഫോട്ടോ കാണുകയാണ്. അത് കണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ഭൂമി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അച്ഛൻ എന്നെ വിട്ട് പോയിരുന്നാലും എന്നോടൊപ്പം അതായത് മരണപ്പെട്ടു പോയാലും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. ഭൂമിയുടെ ധൈര്യമാണ് ഭൂമിയുടെ അച്ഛനെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അരികിൽ എൻ്റെ അച്ഛനും ഇല്ല, എൻ്റെ അമ്മയും ഇല്ല, ആരും ഇല്ലാത്ത വല്ലാത്തൊരു ഒറ്റപ്പെടൽ തന്നെ ഭൂമിക്ക്. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ആ ഫോട്ടോ നോക്കിയിട്ട് ഭൂമി ഒരു നിമിഷം തൻ്റെ അച്ഛൻ തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന പോലെയുള്ളൊരു തോന്നൽ. എന്നിട്ട് തന്നോട് പറയുകയാണ്, അച്ഛൻ പറയുന്ന ഒരു പോലെ ഭൂമിക്ക് ഫീൽ ചെയ്യണം. അതായത് നിൻ്റെ അമ്മ ഇരുമ്പഴിക്കുള്ളിലാണ്, അമ്മയെ എത്രയും വേഗം പുറത്തെടുക്കണം. അവൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളാണ്. ഞാനും അവളും ജീവിച്ചിരുന്ന ജീവിതം നീ കണ്ടിട്ടുള്ളതല്ലേ മോളെ. അവൾക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. അവളെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. നിൻ്റെ അമ്മയെ എത്ര സാഹചര്യം അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് വന്നിരുന്നാലും നീ അവളെ കൈവിടരുത്, എനിക്ക് വാക്ക് തരണമെന്ന് പറയണ. അങ്ങനെ ഭൂമി ഒരു നിമിഷം പെട്ടെന്ന് കണ്ണ് തിരുമ്മി ഇങ്ങനെ നോക്കുമ്പോൾ തനിക്ക് തോന്നിയത് പോലെ തോന്നുകയാണ്. പക്ഷെ ഭൂമിക്ക് ഒരു നിമിഷം തൻ്റെ അച്ഛൻ വന്ന് ഇത്രയും കാര്യങ്ങൾ തന്നോട് പറയുന്ന പോലെയാണ് ഭൂമിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എങ്കിലും ഭൂമി ആ നിമിഷം തന്നെ അച്ഛൻ്റെ ആ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അതായത് തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ നീചകനെ നിയമത്തിന് മുന്നിൽ താൻ കൊണ്ടുവരികയും എൻ്റെ അമ്മയെ എത്രയും വേഗം ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞ, ഒരു വാക്ക് തൻ്റെ അച്ഛനും ഭൂമി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഭൂമി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അവിടെ അച്ഛൻ്റെ ഡ്രസ്സും അമ്മയുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് ഭൂമിയുടെ മനസ്സങ്ങ് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നൊരു രംഗമാണ് കേട്ടോ കാണുന്നത്. അപ്പം കണ്ണ് പെട്ടെന്ന് സൈഡിലോട്ട് നോക്കിയപ്പോൾ ഭൂമിയുടെ ആ കാലിലണിയുന്ന ചിലങ്ക അത് കണ്ടപ്പോൾ ഭൂമിക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് ഓർമ്മ വരികയാണ്. അതായത് തന്നെ പല
രീതിയിലും പഠിപ്പിച്ചും അതുപോലെ ഡാൻസും അങ്ങനെയുള്ള പലതും പഠിപ്പിച്ച് എടുക്കണമെന്നുള്ളത് അച്ഛൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. എത്ര ചിലവ് വന്നിരുന്നാലും അത് പഠിക്കണം എന്നുള്ളതും അച്ഛൻ്റെ നിർബന്ധം തന്നെയായിരുന്നു. താനും പഠിച്ച് തൻ്റെ അരങ്ങേറ്റം മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോഴേക്കും ഭൂമി അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം തൻ്റെ ആ ഒരു അരങ്ങേറ്റം പോലും കാണാനുള്ള ഭാഗ്യം എൻ്റെ അച്ഛന് ലഭിച്ചില്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള തോന്നലാണ്. അതായത് അച്ഛൻ നഷ്ടപ്പെട്ടു, ഇനി തൻ്റെ അമ്മ കൂടെയുള്ളത് അമ്മയും നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള പല ഭീതിയും തോന്നലും എല്ലാം നമ്മുടെ ഭൂമിയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് താളം കളിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് കൂടി ഭൂമിക്ക് അറിയില്ല. തൻ്റെ ജീവിതത്തിലെ ഈ ഒരു വിയോഗം താൻ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതൊക്കെയാണ് ഭൂമിയുടെ മനസ്സിലെ ഒരു ഇത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭവാനിക്ക് പല ചിന്തകളും കടന്നു വരികയാണ്. അങ്ങനെ നമ്മുടെ അജയ് സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിൽ നമ്മുടെ സൗഭാഗ്യപുരത്ത് വരുന്ന സമയത്താണെങ്കിലും മുത്തശ്ശിയും അമ്മയും അതുപോലെ ഭവാനിയൊക്കെ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ അജയ്, ഭൂമിയുടെ കാര്യം എന്തായി മോനെ, ആ കുഴച്ചിൻ്റെ അമ്മ അത് എന്തായി? അപ്പം അജയ് പറയുന്നുണ്ട്, മുത്തശ്ശി ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല, പക്ഷെ അവർ പറയുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അജയ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. അതായത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ആ വീട്ടിൽ ആ സമയത്ത് വേറൊരു അപരിചിതനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭൂമിയുടെ അമ്മ പറയുന്നത്. അപ്പം മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് കേൾക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്, അപ്പം മറ്റാരെങ്കിലും ചെയ്ത് ആരാണത് എന്നൊക്കെയുള്ള പല ഇത് മുത്തശ്ശിയുടെ മനസ്സിൽ വരെയാണ്. എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മൾ രണ്ടുപേരും അറിയാണ്ട് തന്നെ മറ്റാരോ വീട്ടിൽ കടക്കുകയും ആ സമയത്ത് വന്ന് വൈരാഗ്യം കൊണ്ട് ഭൂമിയുടെ അച്ഛനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് മൊഴി തന്നിരിക്കുന്നത്. അവർ തീർത്തും ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അപ്പം നമ്മുടെ സൗഭാഗ്യം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അത് ശരിക്കും ശരി തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഭൂമിയുടെ അമ്മ ഒരു സാധു സ്ത്രീയാണ്. അവരെ കണ്ടാൽ തന്നെ അറിയാം, മുത്തശ്ശിക്ക് അറിയാം ഭൂമിയുടെ അമ്മ വെറും ഒരു സാധുവായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു ക്രൂരമായ കൃത്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും എന്തോ ആ കുട്ടിയുടെ കാര്യം മനസ്സിന് വല്ലാണ്ട് ഒലക്കിയ മോനെ നീ എത്രയും വേഗം ആ കുറ്റവാളിയെ കണ്ടെത്തി കൊടുക്കണം. കാരണം ആ കുട്ടിക്ക് ഇനി ജീവിതത്തിൽ അതിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അവരെ എത്രയും വേഗം ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തുകയും വേണം. അപ്പോൾ അജയ് പറഞ്ഞു, ഞാൻ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശി, പക്ഷേ എല്ലാ തെളിവുകളും ഭൂമിയുടെ അമ്മയ്ക്ക് എതിരാണ്. കാരണം അടുത്തുള്ളവരുടെ ആണെങ്കിലും ശരി, അങ്ങനെ എല്ലാ തെളിവുകളും ആ കത്തി കൈ പിടിച്ച് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ അമ്മ തന്നെയാണ് ഇതിൽ വരുന്ന കുറ്റക്കാരി എന്നുള്ളതാണ് തെളിയുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും തീർത്ത് പറയാനൊന്നും പറ്റില്ലമ്മേ, ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ ചെയ്തു എന്നും വരാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്നൊരു ദേഷ്യം വരികയും അതിൻ്റെ പിന്നിലുണ്ടായ വഴക്കും ഇത് കാരണം ചിലപ്പോൾ സ്വാഭാവികമായിട്ടൊരു കത്തിയെടുത്ത് അവർ കുത്തിക്കാണും എന്നുള്ളത് പറയണേ. ഒരിക്കലും ഇല്ല, മുത്തശ്ശി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല ഭൂമിയുടെ അമ്മ എന്നുള്ളതൊക്കെ പറയാണ്. അപ്പോഴേക്കും അജയ് പറയുന്നുണ്ട്, എന്തായാലും എനിക്കറിയില്ല, അവളുടെ ആ കരച്ചിൽ എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുക മുത്തശ്ശി, എന്താണെന്നറിയില്ല. നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, ഇപ്പോൾ ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാണ്ട് ആകെ തളർന്ന ഒരു അവസ്ഥയാണ് അവളുടെ എന്നൊക്കെ നമ്മുടെ അജയ് മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ. സത്യസംഗീതയ്ക്കും മാധവനൊക്കെ ഭയങ്കര വിഷമം തോന്നിയാണ്. കാരണം ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഓർത്തിട്ട്. കാരണം ഇത്രയും വലിയൊരു വിയോഗം ഒരിക്കലും ഭൂമിയെ സംബന്ധിച്ച് വരില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ഒരു തോന്നൽ. മറ്റുള്ളവരുടെ അടുത്ത് ഏത് രീതിയിലും വളരെ വിനയത്തോടും എങ്ങനെയൊക്കെ പെരുമാറണം, മറ്റുള്ളവരെ എത്രത്തോളം സഹായിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സ് ഉള്ളൊരു കുട്ടിയായിരുന്നു അവൾ. എന്തോ എൻ്റെ മനസ്സിലും അവളെ വല്ലാണ്ട് അവൾ കയറി പറ്റി എന്നുള്ളതൊക്കെ പറഞ്ഞ് മുത്തശ്ശി സംസാരിക്കാനായിട്ടോ. അപ്പോഴും സത്യദാസ് അവിടെ ഉണ്ട്. സത്യദാസും പറയുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് അവളെ കാണുമ്പോഴെല്ലാം എൻ്റെ അഭിരാമിയുടെ ഓർമ്മകളാണ്. 2.5 വയസ്സിൽ നഷ്ടപ്പെട്ട എൻ്റെ മകൾ, എനിക്ക് അവളെ കാണുമ്പോഴും അവൾ കരയുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ആഞ്ഞുലക്കിയ അമ്മേ എന്ന് നമ്മുടെ സത്യദാസും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഭവാനി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ
എന്നൊക്കെ ഓരോന്ന് ചിന്തിച്ച് നിങ്ങൾ മനസ്സിൽ കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടിക്ക് എന്തായാലും അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതെന്തെങ്കിലും ആ സമയം അനുസരിച്ച് അത് ഇതായി വരും എന്ന രീതിയിൽ എല്ലാവരുടെ മുമ്പിൽ അങ്ങ് പറയാൻ കേട്ടോ. ഈ സമയം ഭവാനിയുടെ ഉള്ളിൽ വല്ലാത്ത ഒരു ടെൻഷൻ കയറി വരെയാണ്. അതായത് എപ്പോഴും അജയ്യുടെ ആ സംസാരത്തിലുണ്ടായിരുന്നു. അജയ് ഒരു സംസാരിക്കുന്നുണ്ട് ഭവാനിയോട്. ആൻറ്റി എന്തിനാ അങ്ങനെ പറയണത്, മുത്തശ്ശി പറഞ്ഞോട്ടെ, മുത്തശ്ശിക്ക് പറയാനുള്ളൊരു വോയിസ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഭൂമിയെക്കുറിച്ച് അധികം പറയുന്നത് ഭവാനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണത് എന്തിനാന്ന് ഭവാനി ചോദിച്ചത് എല്ലാവരുടെ മുന്നിൽ. അപ്പോഴാണ് അജയ് ഭവാനിയോട് പറയുന്നത്, അതായത് മുത്തശ്ശി പറഞ്ഞോട്ടെ, മുത്തശ്ശിക്ക് പറയാനുള്ള ഒരു വോയിസ് ഇല്ലേ എന്നുള്ള രീതിയിൽ അജയും പറയുന്നുണ്ട്. അങ്ങനെ ഭവാനിക്കൊരു വല്ലാത്തൊരു ടെൻഷൻ കയറി വരുന്നുണ്ട്. കാരണം എല്ലാവരും ഭൂമിയുടെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിക്കുക. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരത്തിൽ ഭവാനിയുടെ ഉള്ളിലൊരു ഭയം വരെയാണ്. അതായത് ഇനി ഈ കേസ് എങ്ങാനും അജയ് തെളിയിച്ച് അത് കമാലിൽ വന്നെത്തുമോ, കമാലിൽ നിന്ന് പിന്നീട് അത് എന്നിലെത്തുമോ എന്നൊക്കെയുള്ള ഒരുപാട് പേടി ഭവാനിയുടെ ഉള്ളിൽ വന്നു ചേരുകയാണ്. കാരണം അജയ് ഒട്ടും മോശപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല. അതും അമ്മാവനായ സത്യദാസിൻ്റെ സഹായം വേണ്ടി വന്നാൽ അതും കൊടുത്ത് തന്നെ അവർ ഈ കേസ് അന്വേഷിക്കുകയും എത്രയും പെട്ടെന്ന് നമ്മുടെ അംബികയെ പുറത്തിറക്കാനുള്ള വഴികൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അംബിക അടുത്തറിയാവുന്ന ഒരാൾ പോലും ഈ അച്യുതൻ്റെയും അംബികയുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു പാളിച്ച അവർക്കുണ്ടാകില്ല എന്നത് തന്നെ ഉറപ്പാണ്. അപ്പം അതിന് വേണ്ടുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കാനായിട്ട് അജയും ശ്രമിക്കുന്നുണ്ട്. ഈ സമയം ഭൂമി പല കാര്യങ്ങളും ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇന്ന് വരെ ഒരു കാര്യത്തിലും ഒരു ഒത്തൊരുമ ഇല്ലാണ്ടിരുന്നിട്ടില്ല. കാരണം അച്ഛൻ എന്തു പറയുന്നു അതിനപ്പുറം അമ്മയ്ക്കില്ല. അങ്ങനെ തന്നെയാണ് അവർ ഒരു ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം, ഒറ്റയ്ക്കുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം. ഇന്ന് വരെ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയിരിക്കുന്നതോ അല്ലെങ്കിൽ വഴക്കടിക്കുന്നതോ ഭൂമി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഭൂമി പറയണത്, എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, മറ്റേതോ ഒരു ഇരുണ്ട കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഭൂമി മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ കേട്ടോ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഭൂമി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചില തെളിവുകളൊക്കെ ഭൂമിക്ക് അറിഞ്ഞ് ദൈവം കൊടുക്കുന്ന പോലെ തന്നെ ചില തെളിവുകളൊക്കെ ഭൂമിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഭൂമി ഇനി മുന്നോട്ടിറങ്ങി പലതും ചെയ്യുന്നുണ്ട്. കാര്യം തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ മഹാപാപിയെ ഈ വെട്ടത്തോട്ട് കൊണ്ടുവരികയും തൻ്റെ അമ്മയെ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭൂമി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അജയും കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം അല്ലേ. ഇനി എന്തൊക്കെയാണ്, ഇനി വരാനിരിക്കുന്ന ട്വിസ്റ്റ് എന്താണ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മൾ ഇതേ ചാനലിൽ നമ്മൾ രാവിലെ ഇവർ വിവാഹിതരായാൽ 6:30 ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് 11 മണിക്ക് നമ്മുടെ അപ്കമിങ് വിശേഷം പവിത്രത്തിൻ്റെ കിട്ടുകയാണെങ്കിൽ അതും ഇടും. പിന്നെ ഉച്ചയ്ക്ക് 2:30 കാറ്റത്തെ കിളിക്കൂട്. അപ്പം ഇതെല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.